Yes, welcome back to ArcNX. So, കഴിഞ്ഞ വീഡിയോയിൽ ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ നമ്മൾ കണ്ടല്ലേ അറ്റി? 11 മുതൽ 18 വരെ ആയിരിക്കും ക്രിസ്മസ് എക്സാം നടക്കുക. ഏകദേശം ഈ ഡേറ്റിൽ തന്നെ എല്ലാ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെയിറ്റേജ് ആണ്. അതായത് പല കുട്ടികൾക്ക് സംശയമുണ്ട്. ഓണം എക്സാമിന് ഇപ്പൊ കെമിസ്ട്രിയെ സംബന്ധിച്ച് ആദ്യത്തെ 2.5 ചാപ്റ്റർ ഉണ്ടായിരുന്നു. പല സബ്ജക്റ്റുകൾക്ക് 2 ചാപ്റ്റർ ഒക്കെ പഠിച്ചു. അത് ക്രിസ്മസ് എക്സാമിന് അല്ലെങ്കിൽ സെക്കൻഡ് ടേമിൽ പഠിക്കണോ? അതായത് കഴിഞ്ഞ വർഷം കുട്ടികൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം അതായിരുന്നു. അവസാന നിമിഷം വരെ ആ ടോപ്പിക് ക്രിസ്മസ് എക്സാമിന്, ഓണം എക്സാമിന്റെ ടോപ്പിക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവില്ല. പക്ഷേ മക്കളെ, കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയൊരു പ്രയാസത്തിലാണ്. കാരണം അവർക്ക് ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്നിലധികം ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഓണം എക്സാമിന്റെ പോർഷൻസ് അല്ലെ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താലും ബാക്കി ഒരു ചാപ്റ്റർ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ എ പ്ലസിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവിടുത്തെ കുട്ടികൾക്ക് ഏറ്റവും വലിയ പണിയാണ്. നിങ്ങൾക്ക് ചോയ്സ് ഇല്ല. നിങ്ങൾക്ക് ചോയ്സ് വരിക ഏതെങ്കിലും 1-2 ചോദ്യത്തിനായിരിക്കും. അത് അതേ ചാപ്റ്ററിൽ നിന്നായിരിക്കും ചോയ്സ് വരിക. അപ്പൊ ഒറ്റ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾ സ്വപ്നം കാണുകയേ വേണം. അതായത് ഒരു ചാപ്റ്റർ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പോകാനുള്ള ഓപ്ഷൻ ഇല്ല. കഴിഞ്ഞ വർഷം വരെ ആ കുട്ടിക്ക് ഒരു ചാപ്റ്ററും ഒഴിവാക്കി പഠിക്കായിരുന്നു, എന്നാലും ഫുൾ മാർക്ക് ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷെ മക്കള് പേടിക്കേണ്ട. ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു ടൈം ടേബിൾ സെറ്റ് ആക്കി പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാം പഠിക്കാനുള്ള സമയമുണ്ടല്ലോ. അതായത് വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അടിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. വ്യക്തമായ പ്ലാനിങ്. ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇരുന്നിട്ട് അയ്യോ ടൈം ടേബിൾ വന്നു, ഫസ്റ്റ് ഓണം എക്സാമിന് ടോപ്പിക് ഉണ്ട് എന്ന് പറയുന്നതിന് പകരം ഇപ്പോഴേ വെൽ പ്രിപ്പയർഡ് ആയിട്ട് പഠിക്കാം. കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ നവംബർ 27 ഒക്കെ കൂടിയാണ് ടൈം ടേബിൾ വന്നത്. ഡിസംബർ 11 എക്സാമും തുടങ്ങി. തീരെ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അപ്പൊ ടൈം ടേബിൾ വരാൻ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ തന്ന ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കാം. നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരാൻ സാധ്യത നോക്കാം. അതായത് ഓണം എക്സാമിന് ടോപ്പിക് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ തരികയാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ 4 മാർക്ക്. അപ്പൊ കഴിഞ്ഞ സെക്കൻഡ് ടേം എക്സാമിന്റെ വെയിറ്റേജ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ഓണം എക്സാമിന് ഉണ്ടായിരുന്ന ചാപ്റ്റർ ആണ്. അതിന് സെക്കൻഡ് ടേമിലും 4 മാർക്കിന് ചോദ്യം വന്നു. രണ്ടാമത്തെ ചാപ്റ്ററിന് 3 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. ക്ലിയർ അല്ലേ ഉണ്ടായിരുന്നത്? അടുത്ത് ചാപ്റ്റർ 3യുടെ പകുതിയോളം, ഏകദേശം ഒരു 1/4 ഭാഗമാണ് ആദ്യത്തെ എക്സാമിന് ഫസ്റ്റ് ടേമിന് ഉണ്ടായിരുന്നത്. അപ്പൊ സെക്കൻഡ് ടേമിന് കഴിഞ്ഞ തവണ 8 മാർക്ക് തേർഡ് ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചത്. അതേപോലെ ഏറ്റവും വെയിറ്റേജ് വന്നത് 4th ചാപ്റ്റർ. അപ്പൊ മെറ്റൽസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് എന്നൊരു ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ SSLC കാരുടെ 4ാമത്തെ ചാപ്റ്റർ. അതിന് 11 മാർക്കിന് ചോദ്യങ്ങൾ വന്നു. 4 ചാപ്റ്റർ 14 മാർക്ക്, 5ാം ചാപ്റ്റർ 11 മാർക്ക്, 6ാം ചാപ്റ്റർ 10 മാർക്കിന്റെ വെയിറ്റേജ്. ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇത്തവണത്തെ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മോൾ കോൺസെപ്റ്റ് ആണ്. അപ്പൊ മോൾ കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെയുള്ള ഏറ്റവും ടഫായിട്ട് തോന്നാവുന്ന ഒരു ചാപ്റ്റർ ആണ് 4ാമത്തെ ചാപ്റ്റർ. അതില് ഇവർക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റാതെ മോൾ കാൽക്കുലേഷൻ മാത്രമല്ല, സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് കൂടി, ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്തൊരു പ്രോബ്ലം ചെയ്തൊക്കെ. നിങ്ങളെ പേടിപ്പിക്കാനൊന്നും പറയല, പക്ഷെ പ്രിപ്പയർഡ് ആയിട്ടില്ലെങ്കിൽ പണി തന്നെയാണ്. അതെ. അപ്പൊ മക്കളെ, നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ആകെ 7 ചാപ്റ്ററുകളായിരുന്നു കെമിസ്ട്രിയിൽ ഉണ്ടായിരുന്നത്. അതിൽ 6 ചാപ്റ്ററും സെക്കൻഡ് ടേം എക്സാമിന് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ചാപ്റ്റർ മാത്രമാണ് ഇല്ലാതിരുന്നത്. അതായത് നിങ്ങളുടെ 90% പോർഷൻസും നിങ്ങൾ സെക്കൻഡ് ടേമിലേക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ചോയ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സ് വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ അറിയാം 15 മാർക്കോളം ഫസ്റ്റ് ടേമിൽ ചോദിച്ച ചാപ്റ്ററുകളിൽ നിന്നാണ് ചോദിച്ചത്. അതായത് A+ പോലും നഷ്ടപ്പെടും. ഫസ്റ്റ് ടേം കറക്റ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ A+ പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. പേടിപ്പിക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സമയമുണ്ട്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. അതായത് ഈ സെക്കൻഡ് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, ഒരു പെർഫെക്റ്റ് ടൈം ടേബിൾ വെച്ച് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ യു ഹാവ് ടൈം. ആ ടൈം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴേ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി പഠിക്കുക. എനിക്ക് മാർക്ക് കിട്ടണം എന്നുള്ളൊരു തോന്നലോടുകൂടി പഠിക്കുക. ലാസ്റ്റ് മൊമെന്റ് നോക്കിയിട്ട് ആരെ പറഞ്ഞിട്ടും കാര്യമില്ല, കരഞ്ഞിട്ട് കാര്യമില്ല. ഈ വെയിറ്റേജ് ഒന്നും നോക്കണ്ട. എനിവേ 6 ചാപ്റ്ററുകളും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എന്നുള്ള 7ൽ 6ഉം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും ഒരേ പ്രാധാന്യത്തോടെ നിങ്ങൾ പഠിക്കുക. അപ്പൊ SCRTയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വരുമ്പോൾ നമ്മൾ അതുമായിട്ട് വരുന്നതായിരിക്കും അല്ലേ? അല്ലടി. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.